ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ നന്നായി പൊട്ടിയ ശേഷം ഇതിലോട്ട് ഒരു കടലയും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലോട്ട് പച്ചമുളക്, സവാള, അതുപോലെ തന്നെ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ബീൻസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഏകദേശം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടുമൊന്നും വേണ്ട കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറി നന്നായിട്ടൊന്ന് വേവൊന്നും വേണ്ട കേട്ടോ. കുറച്ചൊരു വാട്ടം കിട്ടിയാൽ മാത്രം മതി. ഏകദേശം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ല, നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള റവയൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ഇളക്കണം. ഞാനിവിടെ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഇളക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വേഗം ഇട്ട് കൊടുത്ത ശേഷം വേഗം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ട് നമുക്കൊന്ന് ഒപ്പമാക്കിയ ശേഷം അവിടെ ഒന്ന് ഒപ്പമാക്കി വെച്ച ശേഷം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഈ ഒരു രൂപത്തിലാക്കി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച ശേഷം കാണിച്ചു തരാം കേട്ടോ.